Hi everyone, welcome to my channel. Today I am going to discuss regarding OET listening part C, particularly how to delay presentation. Let's start. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ലിസണിങ് പാർട്ട് സിയിലെ പ്രസൻറ്റേഷനെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ്. ഇൻ്റർവ്യൂ പ്രസൻറ്റേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുമ്പം ഓരോ ക്വസ്റ്റ്യനും ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി എന്നുള്ളത്. അവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ അവിടുത്തെ ട്രാൻസിഷൻ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്തിട്ട് ആൻസർ ഓപ്ഷൻസ് എഴുതിയാൽ മതിയാവും. അതേസമയം പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു മോണലോഗാണ്. മോണലോഗിൽ ഒരാൾ തന്നെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് കൂടുതലായിട്ട് ഞാനിവിടെ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലിസണിങ് പ്രസൻറ്റേഷൻ ആയാലും ഇൻ്റർവ്യൂ ആയാലും നമുക്കിതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ള ഒരു ചെയ്യുന്ന രീതിയെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സിനാരിയോ അവിടെ കാണും. ആ സിനാരിയോ വായിക്കുക. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണ് അവിടെ ചോദിക്കുന്നത്, എന്താണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്കവിടെ മനസ്സിലായിരിക്കണം. അതിനുശേഷം നമ്മൾ ടോപ്പിക്ക് അവിടെ നിന്ന് തന്നെ ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ ആ ടോപ്പിക്ക് മനസ്സിലാക്കണം. ഇവിടെ എന്തിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഞാനിത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ ആ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ടോപ്പിക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ നോക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ ചോദിക്കുന്നത്, എന്ത് ടോപ്പിക്കാണ് ഇവിടെ പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഓഡിയോയുടെ ട്രാൻസിഷൻ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ആൻസറിലോട്ട് എത്താനും പറ്റുകയുള്ളൂ. ഇതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യനും വായിച്ചു ടോപ്പിക്കും മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ തന്നെ 6 ക്വസ്റ്റ്യനും നമ്മൾ വായിക്കുന്നു, 6 ടോപ്പിക്കും നമുക്ക് മനസ്സിലാവുന്നു. അതിനുശേഷം നമ്മൾ ഓഡിയോ കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആൻസർ ഓപ്ഷൻ റീഡ് ചെയ്യുന്നതേ ഇല്ല. ക്വസ്റ്റ്യൻ വായിക്കുന്നു, മനസ്സിലാക്കുന്നു, ടോപ്പിക്ക് മനസ്സിലാക്കുന്നു, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു, അത് എന്താണെന്ന് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുന്നു, ടോപ്പിക്ക് മനസ്സിലാക്കുന്നു, അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മൾ 6 ക്വസ്റ്റ്യനും റീഡ് ചെയ്യുന്നു, ടോപ്പിക്കും മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇനിയും സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റീഡ് ചെയ്യുക. താഴേന്ന് മുകളിലോട്ട് നമ്മൾ റീഡ് ചെയ്യുക. അതായത് 36, 35 അങ്ങനെ നമ്മൾ റീഡ് ചെയ്യുക. അപ്പം നമ്മൾ ഓഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 31 വന്ന് നിൽക്കും. എന്നിട്ട് നമ്മൾ കെയർഫുള്ളായിട്ട് ഓഡിയോ ലിസൺ ചെയ്യുക, ആൻസർ ചൂസ് ചെയ്യുക. ഇതാണ് ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് കുറച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് കണ്ടിന്യൂ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ തുടരാവുന്നതാണ്. ഇനി നമ്മളൊരു ലിസണിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എല്ലാവർക്കും ഒരു ചലഞ്ചസ് ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പം ആ ഓഡിയോയിൽ എന്താണ് അവിടെ പറഞ്ഞതെന്ന് മനസ്സിലാവാതെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പോൾ അതിന് പ്രൊനൗൺസിയേഷൻ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവർ പോഡ്കാസ്റ്റുകളും BBC ന്യൂസുകളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലിസൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തെ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. അടുത്തതെന്ന് പറയുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഒരു ചലഞ്ചസ് ആയിട്ട് പറയുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ലിസണിങ്ങിൽ എവിടെയാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന്. ഓഫ് കോഴ്സ് ലിസണിങ്ങിലും ടൈം മാനേജ്മെൻ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു 90 സെക്കൻഡ്സ് ആണ് ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത്. ആ ടൈമിൽ നമ്മൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ 6 ക്വസ്റ്റ്യനും റീഡ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഓഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാവുകയുള്ളൂ. അപ്പം പലരും പറയും ഞാൻ 3 ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എൻ്റെ ടൈം കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ ക്വസ്റ്റ്യനും ആൻസറും ഒന്നും വായിക്കാതെ നമുക്ക് ഓഡിയോ കേൾക്കുമ്പോൾ എങ്ങനെ നമുക്ക് എന്താണ് അവിടെ ചോദിച്ചേക്കുന്നതെന്ന് മനസ്സിലാവാതെ നമ്മളെങ്ങനെയാണ് ഒരു ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ അതാണ് ഞാനവിടെ ടൈം മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കുക. മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ
ക്വസ്റ്റ്യൻ മാത്രം റീഡ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ റീഡ് ചെയ്തു, അതിനകത്ത് എന്താണ് ചോദിച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ടോപ്പിക്കിനെ പറ്റി പറയുമ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് അവിടുത്തെ ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കുന്നു. ടോപ്പിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ നമുക്ക് ടോപ്പിക് ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ്മെൻറ്റിനെ സോൾവ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിഷൻ മനസ്സിലാവാത്തവർക്ക് ടോപ്പിക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ലിസൺ ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇന്ന് ഞാൻ എടുത്തേക്കുന്ന ഒരു പ്രസൻറ്റേഷനാണ്. നമുക്കതിനകത്തോട്ട് നോക്കാം. You hear a nurse educator called Jennifer giving a presentation about hand hygiene. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ഓഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഹൈജീനെ പറ്റി ഒരു നേഴ്സ് എഡ്യൂക്കേറ്ററിൻ്റെ പ്രസൻറ്റേഷനാണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. വാട്ട് സർപ്രൈസസ് ജെന്നിഫർ അബൌട്ട് ദ ഇഷ്യൂ ഓഫ് ഹാൻഡ് ഹൈജീൻ. ഇപ്പം ഞാൻ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന്. അപ്പോൾ ഇവിടെ ഇതൊരു കംപ്ലീറ്റ് ക്വസ്റ്റ്യനാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? വാട്ട് സർപ്രൈസസ് ജെന്നിഫർ അബൌട്ട് ദ ഇഷ്യൂ ഓഫ് ഹാൻഡ് ഹൈജീൻ. അപ്പോൾ ഹാൻഡ് ഹൈജീൻ്റെ ഇഷ്യൂവിനെ പറ്റി പറഞ്ഞപ്പോൾ എന്താണ് ജെന്നിഫറിനെ സർപ്രൈസ് ചെയ്യിപ്പിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് അവിടെ ഇരുന്ന് എഴുതാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ക്വസ്റ്റ്യനെ നമ്മൾ റൗണ്ട് ചെയ്യുന്നു എന്ന് വെക്കുക. എന്നിട്ട് ടോപ്പിക്കിനെ നമ്മൾ അണ്ടർലൈനും ചെയ്യുക. അപ്പം നമുക്ക് പെട്ടെന്ന് ഓഡിയോ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അണ്ടർലൈൻ ചെയ്തേക്കുന്നത് ക്വസ്റ്റ്യൻ റൗണ്ട് ചെയ്തേക്കുന്നത് ക്വസ്റ്റ്യൻ, അണ്ടർലൈൻ ചെയ്തേക്കുന്നത് ടോപ്പിക്ക്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കി പെട്ടെന്ന് ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതിയാവും. അപ്പം ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ് ജെന്നിഫറിനെ സർപ്രൈസ് ചെയ്തിരിക്കുന്നത്. ഇഷ്യൂ ഓഫ് ഹാൻഡ് ഹൈജീനെ പറ്റി പറഞ്ഞപ്പോൾ എന്താണ് ജെന്നിഫറിനെ സർപ്രൈസ് ചെയ്യിപ്പിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എന്താണ് സർപ്രൈസ് ചെയ്തിരിക്കുന്നത് എന്നത് ക്വസ്റ്റ്യനും, ടോപ്പിക് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഹാൻഡ് ഹൈജീൻ എന്നുള്ളതാണ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ 32 പോകുന്നു. Jennifer mentions recent data on infection levels to support her point that. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ജെന്നിഫർ മെൻഷൻസ് റീസെൻറ്റ് ഡേറ്റ ഓൺ ഇൻഫെക്ഷൻ ലെവൽസ് ടു സപ്പോർട്ട് ഹെർ പോയിൻറ്റ് ദാറ്റ്. അപ്പം ഇതൊരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അതിനൊരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആക്കുക. അപ്പം കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ടു സപ്പോർട്ട് വാട്ട് പോയിൻറ്റ് എന്നല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്ത് പോയിൻ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെന്നിഫർ റീസെൻറ്റ് ഡേറ്റ ഓൺ ഇൻഫെക്ഷൻ ലെവൽസിനെ പറ്റി ജെന്നിഫർ മെൻഷൻ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ടു സപ്പോർട്ട് വാട്ട് പോയിൻറ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മുടെ ടോപ്പിക് എന്താണ് ഇവിടെ? റീസെൻറ്റ് ഡേറ്റ ഓൺ ഇൻഫെക്ഷൻ ലെവൽസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 32 നമ്മുടെ ഓഡിയോ പോയിരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ടോപ്പിക്ക് മാറുന്നത്, ട്രാൻസിഷൻ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി എന്ന് മനസ്സിലാവുന്നത്. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത് അറിയാനായിട്ടും. ഇനി 33ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ജെന്നിഫർ സജസ്റ്റ് ദാറ്റ് ദ കൺസെപ്റ്റ് ദാറ്റ് ഹാൻഡ് ഹൈജീൻ ക്യാൻ പ്രിവെൻറ്റ് ഇൻഫെക്ഷൻസ്. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഡസ് ദ ജെന്നിഫർ സജസ്റ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ജെന്നിഫർ സജസ്റ്റ് എന്നുള്ളിടത്ത് നമ്മൾ റൗണ്ട് ഇടുന്നു. വാട്ട് ഡസ് ദ ജെന്നിഫർ സജസ്റ്റ്? എന്തിനെ പറ്റിയാണ്? സജസ്റ്റ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് വരുന്നത് ആയിരിക്കും നമ്മുടെ ടോപ്പിക്ക്. അതായത് ഇതൊരു ട്രിക്കാണോന്നൊന്നും അറിയില്ല. ഞാൻ പെട്ടെന്ന് ടോപ്പിക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഈ എബൌട്ടിന് ശേഷം വരുന്ന സെൻറ്റൻസ്, ദാറ്റിന് ശേഷം വരുന്ന സെൻറ്റൻസ്, വിത്തിന് ശേഷം വരുന്ന സെൻറ്റൻസ്, അതുപോലെ കഴിഞ്ഞ് സജസ്റ്റ് എന്ന് കഴിഞ്ഞതിന് ശേഷം വരുന്നത്, മെൻഷൻ എന്ന് കഴിഞ്ഞതിന് ശേഷം വരുന്നത്, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ടോപ്പിക്കായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. അപ്പം ഇതും ടോപ്പിക്കിനെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ടോപ്പിക്കിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഒരു മാർഗ്ഗമാണ്.
ഇത് എത്രത്തോളം ഇതാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാനിങ്ങനെ എനിക്ക് എളുപ്പം ടോപ്പിക്ക് മനസ്സിലാക്കാൻ ഇതിലൂടെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, എബൌട്ട് കഴിഞ്ഞിട്ട്, അതായത് ഇന്നതിനെ പറ്റി എന്നുള്ളതിനല്ലേ നമ്മൾ എബൌട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ ദാറ്റ് കഴിഞ്ഞ് വരുന്ന സെൻറ്റൻസ് ആ ക്വസ്റ്റ്യനകത്താണ് പറയുന്നത്. ക്വസ്റ്റ്യനകത്ത് ഇപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയി കഴിഞ്ഞാൽ വാട്ട് സർപ്രൈസ് ജെന്നിഫർ എബൌട്ട് കഴിഞ്ഞ് വരുന്ന ഏതാണ്? ദ ഇഷ്യൂ ഓഫ് ഹാൻഡ് ഹൈജീൻ. അപ്പോൾ അവിടുത്തെ ടോപ്പിക് എന്താണ്? ഇഷ്യൂ ഓഫ് ഹാൻഡ് ഹൈജീൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജെന്നിഫർ മെൻഷൻസ് റീസെൻറ്റ് ഡേറ്റ ഓൺ ഇൻഫെക്ഷൻ ലെവൽസ് ടു സപ്പോർട്ട് ഹെർ പോയിൻറ്റ് ദാറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ മെൻഷൻ കഴിഞ്ഞ് പറഞ്ഞത് ഏതാണ്? റീസെൻറ്റ് ഡേറ്റ ഓൺ ഇൻഫെക്ഷൻ ലെവൽസ്. അതാണ് അവിടുത്തെ ടോപ്പിക്ക്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ജെന്നിഫർ സജസ്റ്റ് ദാറ്റ്. അപ്പോൾ സജസ്റ്റ് കഴിഞ്ഞിട്ട് പറയുന്ന ദാറ്റ് കഴിഞ്ഞിട്ട് പറയുന്ന ഏതാണ്? കൺസെപ്റ്റ് ഹാൻഡ് ഹൈജീൻ ക്യാൻ പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ. ഹാൻഡ് ഹൈജീൻ ക്യാൻ പ്രിവെൻറ്റ് ഇൻഫെക്ഷൻസ് എന്നുള്ളതാണ് അവിടുത്തെ ടോപ്പിക്ക്. അടുത്തതെന്ന് പറയുമ്പോൾ ജെന്നിഫർ ഫീൽസ് ദാറ്റ് ഹാൻഡ് ഹൈജീൻ ഈസ് പർട്ടിക്കുലർലി വാല്യുബിൾ ബിക്കോസ്. അപ്പം നമ്മുടെ ഒരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ എൻഡ് വിത്ത് ബിക്കോസ് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം? വൈ, അതിൻ്റെ റീസൺ ആണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ എങ്ങനെ വരും? വൈ ഡസ് ജെന്നിഫർ ഫീൽസ് ദാറ്റ് ഹാൻഡ് ഹൈജീൻ ഈസ് പർട്ടിക്കുലർലി വാല്യുബിൾ. എന്തുകൊണ്ടാണ് ജെന്നിഫറിന് ഫീൽ ചെയ്തത് ഹാൻഡ് ഹൈജീൻ ഒരു പർട്ടിക്കുലർലി വാല്യുബിൾ ആയിട്ടുള്ള തിങ് ആണെന്ന് എന്തുകൊണ്ടാണ് ജെന്നിഫറിന് ഫീൽ ചെയ്തത് എന്നാണ് 34th ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം വൈ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. ഇവിടുത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഹൈജീൻ ഈസ് പർട്ടിക്കുലർലി വാല്യുബിൾ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അത് ദാറ്റിന് ശേഷമാണ് വന്നത് അല്ലേ. അടുത്തത് 35 എന്ന ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. വാട്ട് പ്രോബ്ലം ഡസ് ജെന്നിഫർ ഐഡൻറ്റിഫൈ വിത്ത് ഡയറക്റ്റ് ഒബ്സർവേഷൻ ആസ് എ മെത്തേഡ് ഓഫ് മോണിറ്ററിങ് ഹാൻഡ് ഹൈജീൻ കംപ്ലയിൻസ്. ഇതൊരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. വാട്ട് പ്രോബ്ലം ഡസ് ജെന്നിഫർ ഐഡൻറ്റിഫൈ, എന്ത് പ്രോബ്ലമാണ് ജെന്നിഫർ ഐഡൻറ്റിഫൈ ചെയ്തത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ അത്രയും ഭാഗം നമ്മൾ റൗണ്ട് ചെയ്യുന്നു. എന്തിനെ പറ്റിയാണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ വിത്ത്, ഐഡൻറ്റിഫൈ വിത്ത്. അപ്പം എന്തിനെ പറ്റിയാണ്? നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്സർവേഷനാണ്. ആസ് എ മെത്തേഡ് ഓഫ് മോണിറ്ററിങ് ഹാൻഡ് ഹൈജീൻ കംപ്ലയിൻസ്. അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് ഹൈജീൻ ഫോളോ ചെയ്യുന്നത് മോണിറ്റർ ചെയ്തപ്പോൾ ഏത് മെത്തേഡ് ഉപയോഗിച്ച്? ഡയറക്റ്റ് ഒബ്സർവേഷൻ മെത്തേഡ് വഴി ഹാൻഡ് ഹൈജീൻ ഫോളോ ചെയ്യുന്നത് മോണിറ്റർ ചെയ്തപ്പോൾ എന്ത് പ്രോബ്ലമാണ് ജെന്നിഫർ ഐഡൻറ്റിഫൈ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി, ടോപ്പിക്ക് മനസ്സിലാക്കി. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ജെന്നിഫർ മെൻഷൻസ് കാർ സീറ്റ് ബെൽറ്റ്സ് ടു അണ്ടർലൈൻ ഹർ പോയിൻറ്റ് ദാറ്റ് ഹാൻഡ് ഹൈജീൻ. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചേക്കുന്നത്? ടു അണ്ടർലൈൻ ഹർ പോയിൻറ്റ്. അപ്പം ടു അണ്ടർലൈൻ വാട്ട് പോയിൻറ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരിക അല്ലേ. ടു അണ്ടർലൈൻ വാട്ട് പോയിൻറ്റ്, എന്ത് പോയിൻറ്റ് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെന്നിഫർ കാർ സീറ്റ് ബെൽറ്റിനെ മെൻഷൻ ചെയ്യുന്നത്? മെൻഷൻ എന്ന് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? നമ്മുടെ കാർ സീറ്റ് ബെൽറ്റാണ്. അപ്പം നമ്മുടെ ടോപ്പിക് എന്താണ്? കാർ സീറ്റ് ബെൽറ്റാണ്. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ടോപ്പിക്കാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇതിന് ശേഷം ഞാൻ ആ ഓഡിയോയും കൂടെ ഇടാം. നിങ്ങൾ ആ ഓഡിയോ ഒന്ന് കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്യുക. നിങ്ങൾക്ക് എന്നിട്ട് ഈ ടോപ്പിക്ക് മാറുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഈ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നിങ്ങൾ നോക്കുക. Hi everyone, my name's Jennifer Seaver. I'm a clinical nurse educator and I'm here today to talk about something very familiar to us all. It's a routine that can potentially save numerous lives and one that we've all been taught since we were toddlers. Hand hygiene. This is described by many healthcare workers as possibly the single most important tool in preventing the development of healthcare-associated infections between patients. Infections such as Staphylococcus aureus, Clostridium difficile, MRSA and gram-negative bacteria. Most hospitals have strict policies and guidelines that we must all abide by. So if it's so important, why do we continue to see such an underutilization of such a basic practice? Why don't we follow the procedures that should already be ingrained? This, unfortunately, has proven difficult to determine.
Let's first put things into perspective with new data from the Centers for Disease Control and Prevention in the USA, which found that 1 in 25 patients acquires a healthcare-associated infection during their hospital care. Now, for whatever reason, this figure doesn't tend to set off any real alarm bells in people, but that adds up to about 700,000 infections a year. A little more alarming. The clincher, however, is of those, 75,000 patients die from their infections. That's an incredible number, and one that should shock anyone hearing it, because it's a number that quite often reflects human neglect and forgetfulness. One may even suggest at times laziness. Stopping the spread of infection by way of hand hygiene is hardly a new concept. Its importance was first brought to life in the mid-19th century when it was found that physicians who washed their hands before delivering babies prevented deaths in postpartum women. Such an idea was initially ridiculed, as most new theories are. But even now, after centuries of knowledge, it seems to me we're still, in many ways, ridiculing it by simply overlooking this basic practice. In stopping the spread of infection, even the most advanced healthcare is of little use if the basic principles of hand hygiene are neglected. We have valuable technologies and intricate tools at our disposal to prevent hospital-acquired infections, and yet such advancements can so easily be made redundant if healthcare workers don't toe the line and simply neglect to wash their hands. That doesn't sound like genuine advancement to me. One of the most valuable things about hand hygiene is that it works for so many different types of organisms, and you get a lot of bang for the buck, so to speak. Such great protection from so many nasty things by such a simple and inexpensive action that any person can do with ease. The issue is that you have to practice it at a high level of compliance for it to work. Within a hospital setting, there are so many opportunities for hand hygiene, and it's difficult to get a level of compliance where we're able to make changes to infection rates. What we need to do to combat this is to turn hand washing into what many people already suppose it is, an instinctive ritual. So how do we monitor people in a healthcare setting without hovering and interfering? The gold standard in monitoring hand hygiene compliance is direct observation. But the reliability of this method to measure true, actual compliance is questionable. This is because it increases dramatically when observers, who are usually well known to the staff, are circulating in the unit. The rates then decline almost immediately once they've gone. Furthermore, being a known staff member also influences this. I'll give you an example. In one study, we hired a student for hand hygiene observation in the same unit as a well-known staff member. We found that the staff member observed close to 70% compliance and the student observed close to 30%. The bottom line is that there's a big discrepancy there. The main problem associated with a lack of hand hygiene compliance, I believe, is that humans are not, in fact, naturally hardwired to perform hand hygiene in the absence of sensing a substance on their hands. If compared with the use of seatbelts, for example, most people don't even think about putting the seatbelt on when they get into a car. They do it on a subconscious level, and they're usually not even aware they put it on. That's where we need to be with hand hygiene, hardwired so that we do it without even thinking about it. When a behaviour is hardwired like that, you can always sense when you didn't do it because you start to feel uncomfortable. It's a long process, however, to get to that end point. നിങ്ങളിപ്പോൾ ഈ ഓഡിയോ കേട്ട് കാണുമല്ലോ. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ആ ട്രാൻസിഷൻ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഈ ഓഡിയോ നിർത്തി അത് കേൾപ്പിക്കാമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ അത് ഒരുപാട് ടൈം എടുക്കുന്നതിനാൽ ഞാനത് പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾ ഒന്നുകൂടെ ടൈം കിട്ടുന്നതനുസരിച്ച് ഒന്നുകൂടെ കേട്ട് നോക്കിയാൽ മതിയാവും.
അപ്പോൾ നമ്മുടെ 31ാമത്തെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് വെച്ചാൽ അത് ഓഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മൈ നെയിം ഈസ് ജെന്നിഫർ സേവിയർ. I am a clinical nurse educator and I am here today to talk about something very familiar to us all. It's a routine. അപ്പോൾ ആ റുട്ടീൻ എന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹാൻഡ് ഹൈജീൻ റുട്ടീനെ പറ്റി ഇവിടെ പറയാൻ തുടങ്ങി എന്നുള്ളത്. അപ്പം നമ്മുടെ 31ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് എൻ്ററായി എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് 32ലോട്ട് നമ്മൾ എങ്ങനെ എൻ്ററായി എന്ന് മനസ്സിലാവാൻ ലെറ്റ്സ് ഫസ്റ്റ് പുട്ട് തിങ്സ് ഇൻ ടു പെർസ്പെക്റ്റീവ് വിത്ത് ന്യൂ ഡേറ്റ ഫ്രം ദ സെൻറ്റേഴ്സ് ഓഫ് ഡിസീസ് കൺട്രോൾ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്നത് റീസെൻറ്റ് ഡേറ്റ എന്നുള്ളതാണ്. അതിനെ അവരവിടെ പാരാഫ്രൈസ് ചെയ്ത് ന്യൂ ഡേറ്റ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ന്യൂ ഡേറ്റ എന്നുള്ളത് റീസെൻറ്റ് ഡേറ്റ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് എൻ്ററായി എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനകത്തുള്ള വേർഡ്സ് തന്നെയാണ് അവരവിടെ പാരാഫ്രൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ 33ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കുമ്പോൾ സ്റ്റോപ്പിംഗ് ദ സ്പ്രെഡ് ഓഫ് ദ ഇൻഫെക്ഷൻ ബൈ വേ ഓഫ് ഹാൻഡ് ഹൈജീൻ ഈസ് എന്ന് നമ്മൾ ഓഡിയോയിൽ കേൾക്കും. അപ്പം അത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഹാൻഡ് ഹൈജീൻ ക്യാൻ പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓഡിയോയിൽ ഇത് കേൾക്കുന്നത് സ്റ്റോപ്പിംഗ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ബൈ വേ ഓഫ് ഹാൻഡ് ഹൈജീൻ ഹാർഡ്ലി എ ന്യൂ കൺസെപ്റ്റ്. ഈ ന്യൂ കൺസെപ്റ്റ് എന്നുള്ളതും സ്റ്റോപ്പിംഗ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന വേർഡ് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും നമ്മൾ 33ലോട്ട് കടന്നിരിക്കുന്നു എന്നുള്ളത്. 34ലോട്ട് വരുമ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് വാല്യബിൾ തിങ് അബൌട്ട് ഹാൻഡ് ഹൈജീൻ ഈസ് ദാറ്റ് ഇറ്റ് വർക്ക്സ് ഫോർ സോ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസം. അപ്പം വൺ ഓഫ് ദ മോസ്റ്റ് വാല്യബിൾ തിങ് എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ 34ലോട്ട് നമ്മൾ കടന്നിരിക്കുന്നു എന്ന്. ഇനി നമ്മൾ 35ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ സോ ഹൗ ഡു വി മോണിറ്റർ പീപ്പിൾ ഹെൽത്ത് കെയർ സെറ്റിംഗ് വിത്തൗട്ട് ഹോറിങ് ആൻഡ് ഇൻ്റർഫിയറിങ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻ മോണിറ്ററിങ് ദ ഹാൻഡ് ഹൈജീൻ കംപ്ലയിൻസ് ഈസ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഈ ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഓഡിയോ 35ലോട്ട് കടന്നിരിക്കുന്നു എന്നുള്ളത്. ഇനി 36ലോട്ട് വരുമ്പോൾ ഇഫ് കമ്പയർഡ് വിത്ത് ദ യൂസ് ഓഫ് സീറ്റ് ബെൽറ്റ് എന്ന വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഓഡിയോ 36ലോട്ട് കടന്നിരിക്കുന്നു എന്ന്. ഇങ്ങനെയാണ് നമ്മൾ ഓഡിയോയെ ട്രാക്ക് ചെയ്യുന്നത്, ഒരു ക്വസ്റ്റ്യനിൽ നിന്നും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് വന്നു എന്നുള്ളത്. അപ്പം നമ്മൾ വേറെ എങ്ങും തിരയേണ്ടതില്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഒരു നമ്മുടെ പാർട്ട് സിയിലെ പ്രസൻറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനെ എടുക്കുക. ക്വസ്റ്റ്യൻ എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് എന്തിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മളോട് ഇത് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഈ 6 ക്വസ്റ്റ്യനും നന്നായിട്ട് മനസ്സിലാക്കുന്നു. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നു, ടോപ്പിക് മനസ്സിലാക്കുന്നു. അങ്ങനെ 6 ക്വസ്റ്റ്യനും വായിച്ചതിന് ശേഷം നമ്മൾ ഓഡിയോ കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ ആൻസർ ചൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു പ്രസൻറ്റേഷനെ ഡീൽ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.